അത് താങ്കൾ പൊതുസമൂഹ മധ്യത്തിൽ പറയുന്നത് എന്തിനെന്നാണ് ചോദ്യം. ഞാൻ അതിനുള്ള മറുപടി കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാരഗ്രാഫ് 6 ഒന്ന് വായിച്ചാൽ എൻ്റെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു എന്നുള്ളതും അതിനകത്ത് ഈ കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കാം. ആളുകളുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒരാളുടെ ജാമ്യാപേക്ഷ വന്നാൽ അത് തള്ളണം എന്നതിൽ കൂടുതൽ തുടരന്വേഷണം നടത്തുകയോ ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗതിവിഗതികളെ പരിശോധിക്കുകയോ മെറിറ്റ് പരിശോധിക്കുകയോ ഒന്നും ചെയ്യേണ്ട കോടതിയല്ല അത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി ഒരാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന വേളയിൽ ആ കേസിൻ്റെ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം പോകുന്നത് ശരിയായ ഘട്ടത്തിലാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കോടതിയല്ല അത്. അപ്പോൾ പാരഗ്രാഫ് 6 വായിച്ചിട്ടുള്ള താങ്കളുടെ വാദത്തെ ഉദ്ധരിച്ച് കോടതി വിധിന്യായത്തിൽ പറയുന്ന ഭാഗം അരുൺകുമാർ കേട്ടോളൂ. ഈ പറയുന്ന കാര്യം ഹരീഷ് അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പറയുന്ന ഭാഗം ഇതാണ്: the fact that the petitioner has deleted his Facebook account through which he contacted the survivor after the registration of the crime proves his culpability. The state police are not conducting the investigation properly. They have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. There is every likelihood of the petitioner destroying the evidence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹരീഷ് ഇവിടെ പറയുന്നതല്ല, കോടതി പറഞ്ഞിട്ടുണ്ട്, വിധിന്യായത്തിലുണ്ട്. അരുൺകുമാർ നോക്കൂ, കോടതി ആ വിധിന്യായത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം തന്നെ ഈ അറസ്റ്റ് വൈകുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള തെളിവ്. മിസ്റ്റർ ഡോക്ടർ അരുൺ, അല്ല, യു ആർ പ്രൊട്ടക്ടിങ് ഹരീഷ് വാസുദേവൻ. ആ വിധിന്യായത്തിന്റെ അവസാനത്തെ വാചകം കൂടി താങ്കളൊന്ന് വായിച്ചേ. ബെയിൽ റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്റെ അവസാനത്തെ വാചകം. മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നല്ലേ? അല്ല, അവസാന വാചകം ഒന്ന് വായിച്ചേ താങ്കൾ. അതല്ലേ അങ്ങനല്ലേ എല്ലാ കേസ് ഇന്ത്യൻ ബെയിൽ തള്ളുന്ന എല്ലാ കേസിലും അങ്ങനെയല്ലേ എഴുതുക? എപ്പോഴെങ്കിലും ഇന്ത്യൻ ബെയിൽ തള്ളുന്ന കേസിൽ കോടതി മെറിറ്റിലേക്ക് കടക്കൂ? എന്താണ് കേസ് അരുൺകുമാർ? ഞാനൊരു ഭാഗം കൂടി വായിക്കാം. അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. ഈ സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് പാരഗ്രാഫ് 24. Although the expert committee submitted the report to the government in 2019, mysteriously the government maintained a sphinx-like silence for 5 years. അഡ്വക്കേറ്റ് കേസ് അരുൺകുമാർ, ഇതും ആ കോടതിയുടെ വിധിന്യായത്തിലുണ്ടേ. അല്ല, വിധിന്യായത്തിൽ പലതും ഉണ്ടാവും മിസ്റ്റർ. നിങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് മീഡിയ ട്രയൽ നടത്താനായിട്ട് വാദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഏറ്റവും ക്ലിഞ്ചിങ് ആയിട്ടുള്ള തെളിവുകൾ അദ്ദേഹം വാദിച്ചു എന്ന് പറഞ്ഞാൽ ഏത് വക്കീൽ വാദിച്ചാലും ആ വാദം എഴുതി വെക്കും. അതിൽ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് കോടതിയുടേതായിട്ടുണ്ടോ? കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നല്ല ക്ലിയർ ക്ലിഞ്ചിങ് എവിഡൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ആ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവ് പ്രകാരം ഈ കേസിലെ പെറ്റീഷണറായിട്ടുള്ള സിദ്ദിഖിന് ജാമ്യം കൊടുക്കേണ്ടതില്ല. കസ്റ്റഡിയോ ഇൻട്രോഗേഷൻ വേണം. അതിനുവേണ്ടി ജാമ്യാപേക്ഷ നിഷേധിക്കുന്നു. അവസാനം പറഞ്ഞിട്ടുണ്ട്, നെവർത്തിലെസ് ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് ദ ഒബ്സർവേഷൻ മെയ്ഡ് ഇൻ ദിസ് ഓർഡർ ആർ ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് കൺസിഡറിംഗ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഷാൽ നോട്ട് ബി കൺസ്ട്രൂഡ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി മെറിറ്റ് ഓഫ് ദി കേസ്. ഈ കേസിൽ കടന്നിട്ടേ ഇല്ല. അല്ല, അപ്പൊ സുപ്രീം കോടതിയിൽ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ അവരുടെ വഴിക്ക് വിടുക, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ വഴിക്ക് വിടുക. നിങ്ങൾ മീഡിയ ട്രയൽ നടത്തിയാലൊന്നും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു തരത്തിലും അന്വേഷണത്തെ പുറകോട്ട് പോകില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസിലാണ് ചർച്ചയെ മുഴുവനും മീഡിയ ട്രയലാക്കി അവതരിപ്പിക്കാൻ അരുൺകുമാറിന് താല്പര്യമുണ്ടാവും. അതങ്ങനെ ആയിക്കോളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആരും ഒരു തരത്തിലുള്ള പ്രഷറോ ഒരു തരത്തിലുള്ള ഒബ്സർവേഷനോ അതിനകത്ത് നടത്തില്ല. പക്ഷേ ലളിതമായ യുക്തിസഹമായ ഒരു ചോദ്യം ചോദിക്കാനുള്ള പൗരന്മാരുടെ അവകാശം അവിടെ നിലനിൽക്കും. അതിലൂടെ ചോദിക്കുകയാണ്, ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു സാഹചര്യം ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിൽ പറയുന്നു, ബെയിൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് അറസ്റ്റ് നടക്കാത്തതും ചോദ്യം ചെയ്യാത്തതും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യം ചെയ്യൽ സുപ്രീം കോടതി വിധി വന്ന ശേഷമല്ലേ ഉണ്ടാവും? ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിച്ചോളും. നിങ്ങൾ മീഡിയ ട്രയലായിട്ട് മുന്നോട്ട് പോകൂ. അല്ല, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എത്ര നിലപാടെടുത്താലും ജനങ്ങൾക്ക് മനസ്സിലുണ്ട് ഇത് കൃത്യമായിട്ട്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടല്ലോ ഈ ചർച്ച. നിഷേധിച്ചിട്ടല്ലേ ഈ ചർച്ച. മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അപ്പീൽ പോകാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? സാധാരണ ജാമ്യത്തിൽ അപ്പീൽ പോകണോ വേണ്ടയോ എന്നെല്ലാം കൃത്യമായി ആ ജാമ്യ ഉത്തരവ് നോക്കി
ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജനറലും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ഒപ്പീനിയൻ എടുക്കും. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ സോളിസിറ്റർ ജനറലിന്റെ ഒപ്പീനിയൻ എടുക്കും. വെദർ അപ്പീൽ വിൽ ലൈ ഓർ നോട്ട് എന്ന ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തും. അതിൽ ലീഗൽ ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ അപ്പീൽ പോകില്ല. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് താങ്കൾക്ക് അറിയാവുന്നതല്ലേ? നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും, എത്ര ആരോപണം നടത്തി മീഡിയ ട്രയൽ നടത്തിയാലും കൃത്യമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നോട്ട് പോകും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസുമായി മുന്നോട്ട് പോകും. ഒരിക്കലും മീഡിയയുടെ സർവൈലൻസിലല്ല. അവസരം ഒരുക്കി കൊടുക്കും. എന്നിട്ട് പറയും എല്ലാം അന്വേഷണ ഏജൻസി തീരുമാനിക്കും എന്ന് പറയും. മാധ്യമങ്ങൾ ചർച്ച ചെയ്യരുത്, ആരും ഒന്നും മിണ്ടരുത്, മീഡിയ ട്രയലാണ്, അത് മാധ്യമ വിചാരണയാണ് എന്ന് പറയും. അതിനുവേണ്ടി ഹൈക്കോടതിയിൽ നിങ്ങൾ പോയി പറഞ്ഞു മാധ്യമങ്ങളെ നിയന്ത്രിക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഹൈക്കോടതി മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊള്ളും എന്നൊരു നിർദ്ദേശം മാത്രമേ കൊടുത്തുള്ളൂ. പാരഗ്രാഫ് ഒന്ന് വായിച്ചേ. അതെ, അത് നിങ്ങൾ അത് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി വരുന്നതുവരെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ സംസാരിക്കാത്തത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഈ നിമിഷവും ഞാൻ കണക്കാത്തത്. എന്നാ നിങ്ങൾ ട്രയൽ നടത്തുക. നോക്കൂ കെ എസ് അരുൺകുമാർ, ഇത് സോളാർ കേസിൽ ഇല്ലാത്ത നിങ്ങളുടെ ആരോപണമാണ്. ഇത് എൽദോയ്ക്ക് ബാധകമല്ലാത്ത നിങ്ങളുടെ ആരോപണമാണ്. ഇത് വിൻസെന്റിന് ബാധകമല്ലാത്ത ആരോപണമാണ്. ആ കേസിലൊക്കെ നിങ്ങൾക്ക് ജാമ്യാപേക്ഷയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ചാനൽ തോറും കയറി ഇറങ്ങി നിങ്ങൾ തന്നെയല്ലേ ഈ പറയുന്ന മീഡിയ ട്രയലിന്റെ ഭാഗമായത്? അനുകൂലമായിട്ടാണെങ്കിൽ അത് മീഡിയയുടെ ധർമ്മം, തങ്ങൾക്കെതിരായിട്ടാകുമ്പോൾ മീഡിയ ട്രയൽ. കൊല്ലം നരേറ്റീവ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. താങ്ക് യു ഹരീഷ് വാസുദേവൻ. ഇതിനെക്കുറിച്ച് ഇടവേള വേണം. മറ്റ് അതിഥികളിലേക്ക് തിരികെ വരാം. Debate with Arun Kumar.